ഗൈസ്, വെൽക്കം, വണക്കം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് വീഡിയോ. അതായത് യൂട്യൂബിൻ്റെ മലയാളം ക്രിയേറ്റേഴ്സിൽ ടോപ്പ് സീനിയർ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നൊരു മഹാനായ ഒരു യൂട്യൂബറിനെ കുറിച്ച് റിയാക്ട് ചെയ്യുന്നതാണ്. അമലേ, ഇത് ഒരു ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ട് എടുക്കണേ. പിന്നെ അതിൻ്റെ പേരിൽ വേറെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട. എന്തായിരുന്നാലും അന്ന് ആ ലീച്ച് ക്രിയേറ്ററിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു വേണ്ട, അത് പുള്ളി പറഞ്ഞു വിട്ടായിരുന്നു. കാരണം ഓക്കെ, അതിന് ശേഷം ഇന്നലെയാണ് ഞാൻ നമ്മുടെ എസ് അഭിജിത്തിൻ്റെ ആ പേജിനകത്ത് അമലിൻ്റെ ഒരു വീഡിയോ വരുന്നത് കണ്ട്. അമലിൻ്റെ ആ ഒരു വീഡിയോയും കണ്ടു. അമലിൻ്റെ കുറച്ച് മുമ്പ് വന്ന് അമൽ ഒന്ന് എന്താ പറയുക, ലൈവ് കുറച്ച് ഭാഗം മാത്രം, വളരെ തുച്ഛമായ ഭാഗത്തിന് അമൽ ന്യായീകരിച്ച് വന്ന വീഡിയോയും കണ്ടു, എല്ലാം കണ്ടു. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് അമലിന് ഞാൻ ആദ്യം അമലിൻ്റെ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പാണ് അമൽ എപ്പോഴും പറയുന്നൊരു കാര്യം സീനിയോറിറ്റിയുടെ കാര്യമാണ്. യൂട്യൂബിൽ മോസ്റ്റ് സീനിയർ യൂട്യൂബർ ഇൻ മലയാളം യൂട്യൂബ് ചരിത്രം. ഇതിനകത്ത് എൻ്റെ ഈ ഒരു എല്ലാവർക്കും കയറി കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ബയോയിലെടുത്ത് നോക്കുക, എബൌട്ട് എന്നുള്ള നോക്കുക. എൻ്റെ യൂട്യൂബിൻ്റെ എബൌട്ടിൽ ഞാൻ യൂട്യൂബ് അഥവാ എൻ്റെ ഈ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2009 2009. ഇന്നേക്ക് 12 വർഷത്തിന് മുമ്പ് ഞാൻ ഇതേ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ വീഡിയോ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. 2009 2019 എത്രയായി, 2009 2019 ഓക്കെ. അപ്പോൾ മനസ്സിലായി, 10-15 വർഷം വരും ഇത് ഈ ഒരു സാധനം. 10-15 വർഷത്തേക്കുള്ളാവും ഇല്ലേ, മേ ബി. അപ്പം അങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ട്. അതിനകത്ത് പണ്ട് മറ്റേ ചിലപ്പോൾ അമലിനറിയാൻ പറ്റും, നമ്മുടെ recycler.exe, നമ്മുടെ bibin.exe എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വൈറസുകളുടെ പ്രോബ്ലംസൊക്കെ അന്ന് എനിക്ക് ആ സ്ഥാപനം ഉണ്ടായിരുന്നു, ടെക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ സ്ഥാപനം വെള്ളറേത്ത് എൻ്റെ നാട്ടിൽ തന്നെ ആയിരുന്നു, എൻട്രോളൈസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ. ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ സ്വന്തം സ്ഥാപനം, അതൊക്കെ പൊട്ടി വേറെ കാര്യം. അപ്പോൾ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ അന്ന് യൂട്യൂബർ ആവണമെന്നോ യൂട്യൂബ് ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നോ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്ന് ഞാനൊരു സീനിയർ യൂട്യൂബർ അല്ലാതായി മാറിയത്. എനിവേ പോട്ടെ, ഞാൻ അതൊക്കെ അമലിനോട് വെറുതെ എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് മാത്രം പറയാം. പിന്നെ എന്താണ് എസ് അഭിജിത്ത് അമലിൽ കണ്ടേക്കുന്ന പ്രശ്നം? എസ് അഭിജിത്തെ കൊള്ളാലോ, എന്തിനാണ് നമ്മുടെ പാവപ്പെട്ട അമലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം, എന്താണ് പറഞ്ഞു നോക്കാം. ഗാംബ്ലിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന കുറെ അലവലാദികളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ഉടായ്പകളെല്ലാം പൊക്കിയെടുക്കലാണ് പുള്ളിയുടെ പരിപാടി. അതെ ഗോംബ്രോ, അതുപോലൊരു അലവലാദിയും കൂടെ പൊക്കിയെടുത്തിട്ടുണ്ട്, കാണിക്കട്ടെ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും പ്രോബോ എന്താണെന്നൊരു വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു. അതിപ്പോ ലാഭായല്ലോ. ഗാഡ്ജറ്റ്സ് 1 മലയാളം അഥവാ അമൽ ഗോപാൽ ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ കൊള്ളാം. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇത് കാണുക. അത്യാവശ്യം അറിവുണ്ട്. 2-3 തവണ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് സ്കോട്ട്ലൻഡ് ടു വിൻ ദ മാച്ച് വേഴ്സസ് സിംബാബ്വെ. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നിങ്ങൾക്ക് എസ് വേണമെങ്കിലും കൊടുക്കാം, നോ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ 10 രൂപ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ 61 രൂപ നിങ്ങൾ പ്രെഡിക്ട് ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 61 രൂപ കിട്ടും. കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ടാണ് ബെറ്റിംഗ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അമല്. പ്രോബോ ഒരു ബെറ്റിംഗ് ആപ്പാണ്. കറക്റ്റ് ആയി പറഞ്ഞാൽ മൈക്രോ ബെറ്റിംഗ്, സ്പോർട്സ് ബെറ്റിംഗ് തൊട്ട് ഈവൻ ബെറ്റിംഗ് വരെ ഉണ്ട് പ്രോബോയിൽ. ഫുട്ബോൾ മാച്ചസിൽ ആര് ജയിക്കുമെന്ന് ബെറ്റ് ചെയ്യാം, ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ ആര് ജയിക്കുമെന്നും ബെറ്റ് ചെയ്യാം. മാത്രമല്ല വെറൈറ്റിയാണ്. യൂട്യൂബിൽ ധ്രുവരാജിയുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുമോ എന്ന് പറഞ്ഞു വരെ ബെറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പ്രോബോയ്ക്കെതിരെ പലതരം കേസുകൾ നടക്കുന്നുണ്ട്. ഫാന്റസി ഗെയിമിന്റെ മറവിൽ ഓപ്പണായി ബെറ്റിംഗ് ആപ്പ് നടത്തുന്നു എന്നാണ് ആദ്യത്തെ കേസ്. 1500 കോടിയുടെ ടാക്സ് എവേഷൻ നടത്തി പ്രോബോ എന്നാണ് ഹരിയാന ഗവൺമെന്റ് കൊടുത്ത കേസ്. ഇതൊന്നും പോരാതെ പല ആളുകൾക്ക് ഈ ആപ്പിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അമൽ ഗോപാൽ ഇതിനെ വൈറ്റ് വാഷ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് നല്ലപോലെ ന്യൂസ് ഒക്കെ കാണുന്നവരും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ അറിവിനെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതല്ല നിങ്ങൾക്ക് വിൽക്കാനായിട്ട്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, ചൂതാട്ടം അത്ര മതി. ഇതുപോലത്തെ ആപ്പുകൾ കാരണം മരണപ്പെടുന്ന ആൾക്കാർക്ക് കൈയും കണക്കുമില്ല. ചെറുപ്രായത്തിൽ തന്നെ യുവാക്കൾ പോയി ചാടുന്നത് വലിയ വലിയ കടക്കണിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് നടന്ന കേസിലെ അഫാൻ, അയാൾക്കുണ്ടായത് 65 ലക്ഷം രൂപയുടെ കടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് കാരണമാണ് അയാൾ സ്വന്തം കുടുംബത്തെ കൊന്നതുമെന്നും. എങ്ങനെ അയാൾക്ക് 23 വയസ്സിൽ 65 ലക്ഷം രൂപയുടെ കടം വന്നു? അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് പോലീസ്. ഒരുപക്ഷെ അതിന്റെ പുറകിൽ പ്രോബോ പോലത്തെ ഉടായ്പ ബെറ്റിംഗ് ആപ്പുകൾ ഉണ്ടാകാം. ഇങ്ങനെ ഒരു വള്ളി കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ മുന്നേ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പീനിയന് ഞാൻ പുല്ല് വിലയാണ് കൊടുക്കാറുള്ളത്. ആക്ച്വലി അമല് ഈ ഊക്കലും ഉപദേശവും രണ്ടും ഒരു വള്ളത്തിലാകുമ്പോൾ ഭയങ്കര പാടാണ്. ലീച്ച് ക്രിയേറ്റർ, മറ്റേ ക്രിയേറ്റർ, മറിച്ച ക്രിയേറ്റർ, ഇതൊന്നും ഇമോഷണലി പറയുന്നൊന്നുമല്ല. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ എൻ്റെ ശരിക്കുള്ള ഭാഷ ഉപയോഗിച്ച് ചിലപ്പോൾ അമലത് താങ്ങുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് മാത്രം ഈ സീക്രട്ട് ഏജൻറ്റ് സായി എനിക്ക് ഒരുപാട് കാര്യങ്ങളിലും ഒത്തിരി
എന്താ പറയുക എതിരഭിപ്രായമുള്ള ആളാണ്. മിക്കവാറും സായി പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമായിരിക്കും ഞാൻ പറയുക. ചിലപ്പോൾ സായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ വീഡിയോയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എതിരഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് എനിക്ക് വെറുപ്പുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന അമലിനോട് വെറുപ്പുണ്ടോ? ആരോടോ വെറുപ്പില്ല. പക്ഷെ അമൽ വ്യക്തമായി പറഞ്ഞു അഭിജിത്തിനോട് ഗ്രഡ്ജാണെന്ന്. അഭിജിത്തിനോടുള്ള ഗ്രഡ്ജ്, ഇതിന് മുമ്പ് എന്തോ ഒരു കാര്യം അഭിജിത്ത് എന്തോ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അഭിജിത്തിനെ പിടിച്ച് അന്നത്തെ ആ ഒരു ഗ്രഡ്ജ് തീർത്തതാണ്, പക തീർത്തതാണ് അഭിജിത്തിനെതിരെ. അഭിജിത്ത് എന്നുള്ള ഒരു ഒറ്റ, ഞാൻ വേറെ ഒന്നും പറയണത്, ഒരാളെ പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ ഈ ഒരൊറ്റ പേഴ്സൺ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഈ ഒരു കാര്യം എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം ഇന്ന് കുറേ അധികം ആൾക്കാർ ഇതിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, കുറേ പിള്ളേർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്പാണ് നമ്മുടെ ശ്രീമാൻ അമൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. സോ എന്തായിരുന്നാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ലൈവിൽ എന്തോ വന്ന് എനിക്കത് കാണാനൊന്നും പറ്റിയിട്ടില്ല. എനിവേ, ഇനി അതിന് പുറമെ അമലിൻ്റെ മറ്റൊരു വീഡിയോ പ്ലേ ചെയ്യാം. പക്ഷേ ഈ കമൻറ്റ് ബോക്സിൽ അമൽ ഈ പറയുന്ന കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ അഭിജിത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്നത്. 23 വയസ്സിൽ എനിക്ക് നഷ്ടമായത് 1,20,00,000 രൂപയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഗെയിമിങ്ങിലാണ് എല്ലാ പണവും നഷ്ടമായത്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഇതിൽ അഡിക്റ്റായി പോയി. ഇപ്പോൾ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ബെറ്റിംഗ് ആപ്പ് പിന്നെന്താണ് എന്തുവാടെ ഗോപാലിനൊരു ചെറിയ കള്ളത്തരം അത് പൊക്കി. ഇവൻ്റെ മെയിൻ ഇനി കരച്ചിലാണ്, അതും കാണേണ്ട ലീച്ച് ഗോപാൽ. ഈ ലീച്ച് ക്രിയേറ്റർ എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് സീക്രട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു, സായി ഞാനുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എതിരഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ സായി ഞാനുമായിട്ട് നേരെ ഫോണിൽ സംഭാഷണങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ആ സമയങ്ങളിൽ ചിലപ്പോൾ എതിരഭിപ്രായങ്ങളോ വ്യക്തിപരമായ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ചിലപ്പോൾ സായി എന്നോട് പറയും, ഞാൻ ചിലപ്പോൾ സായി അങ്ങോട്ട് പറയും. പക്ഷെ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്തൊന്നും ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല, സായിയും പറഞ്ഞിട്ട് അറിവില്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഇതുപോലും ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ട് അന്ന് ഒരു എന്താണ് ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനായിട്ട് ഒരാൾ നിൽക്കുന്നു, അയാൾ എന്നെ വിളിച്ച് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമല്ലേ. അമലിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്ത ഒരാളല്ല ഞാൻ സത്യം അമലിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച ഒരാളെ അല്ല. ഗാഡ് ഗെറ്റ്സ് ഓൺ മലയാളം എന്നൊക്കെ പറഞ്ഞ സാധനം ചിലപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ കേരളത്തിൽ ടോപ്പ് ക്രിയേറ്റർ നിങ്ങൾ തന്നെ ആയിരിക്കും, അതിൽ എല്ലാ സംഭവം ശരി തന്നെ ആയിരിക്കും. പക്ഷേ ഈ ടെക് എന്നുള്ളൊരു സാധനത്തിന് എന്തുകൊണ്ട് ഇന്ന് ആൾക്കാരുടെ ഇടയിൽ നിങ്ങളപ്പോൾ യൂട്യൂബ് ചാനലുകളിലെ മറ്റുള്ള സംഭവത്തിന് റീച്ച് താഴോട്ട് വരുന്നു? വേറെ ഒന്നുകൊണ്ടല്ല, ചിലത് വളരെയധികം നന്നായിട്ട് റീച്ച് നിൽക്കുന്നു. ഈ അമലിൻ്റെ വീഡിയോക്കകത്ത് ഞാനിത് പറയുന്നത് വളരെ പേഴ്സണലിയാണ്. അമലിൻ്റെ വീഡിയോയിൽ എപ്പോഴും മുഴച്ച് നിൽക്കുന്നത് ഞാൻ വലിയ സംഭവമാണ്. എന്തിനാണ് അമലെ? എന്തിനാണ്? എൻ്റെ നല്ല പ്രായത്തിൽ 3 IT കമ്പനി നടത്തിയിട്ടുള്ള ആളാണ് ഞാനതിവിടെ പറയുന്നത് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എനിക്ക് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. അമൽ വലിയ സംഭവമായിരിക്കും, അമൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. അമൽ ഈ പറഞ്ഞ് കുറേ നാൾ ഏതൊരു ഫോണോ ഐഫോണോ എന്തോ സാധനത്തിൻ്റെ ഒരു പരിപാടി എന്ന് നടത്തി അതിനകത്ത് എന്തൊക്കെ പെട്ടു എന്നൊക്കെ പറയുന്നു. ഓക്കെ, നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തതാവാം, എന്താവാം ഇത്. ഓക്കെ, ഇത് എന്തായിരുന്നാലും അഭിജിത്തിൻ്റെ ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻസ് ഇൻസ്റ്റാ പോലീസ് തൂക്കി തുടങ്ങി ബെറ്റിംഗ് ആപ്പ്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. സോ ഇതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് കുറേ അധികം കാര്യങ്ങൾ അഭിജിത്ത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അമൽ അന്നിട്ട ലീച്ച് ക്രിയേറ്ററിൻ്റെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ടോപ്പ് സപ്പോർട്ടിങ് ലീച്ച് ക്രിയേറ്റർ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന അട്ടകൾ എന്നുള്ള രീതിയിൽ, മറ്റേ രക്തം കുടിക്കുന്ന അട്ടകൾ എന്നുള്ള രീതിയിലേക്കാണ് അന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഈ റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി പറയുന്നത്. നിങ്ങൾ പറയുന്നതാണ് എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് യൂട്യൂബ് ചെയ്തതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ കോൺട്രവേഴ്സി ആരും ഉണ്ടാക്കിയിട്ടില്ല. ഞാനൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ആരും കോൺട്രവേഴ്സി കേട്ടിട്ട് പോലുമില്ല. അത്രയും ഞാൻ ഉണ്ടാക്കി. 7 വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബിൻ്റെ അകത്ത് അമലുണ്ടാക്കിയ പോലത്തെ കോൺട്രവേഴ്സി ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലെ എത്ര പേർക്ക് അമലിനെ അറിയാം? വേറെ ഒന്നും ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്താൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയാമെങ്കിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർക്ക് അമൽ ഗോപാൽ എന്ന് പറയുന്നത് ഞാൻ ഈ റിയാക്ട് ചെയ്യുന്ന ആളെ അറിയാം, അതിൽ അറിയില്ല, എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ലീച്ച് എന്താണെന്നറിയാലോ? കൊളേട്ട. ലീച്ച് കൊളേട്ട തന്നെയാണോ എന്തോ, അതായത് നമ്മുടെ ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കുന്ന കൊളേട്ട. അപ്പം ലീച്ച് ക്രിയേറ്റേഴ്സിന് ഞാൻ ഇട്ട പേരാട്ടോ, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ മനസ്സിലാലോചിച്ചപ്പോൾ ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നവരെ വിളിക്കാനാണ് എനിക്ക് തോന്നിയത്. ആരെയാണ് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരും പേരൊന്നും എടുത്ത് പറയാൻ എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ പറയണ്ടെന്ന് വെച്ചില്ല, ചുമ്മാ എന്തോ. അതിപ്പോൾ ഒരാൾ മാത്രമായിട്ട് എനിക്ക് പറയാനില്ല, കുറേ പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറേ പേരുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കുറേ പേര് ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നുള്ളത്. അമൽ അറിയാൻ വേണ്ടിയിട്ട് കാര്യം പറയാം. അമൽ ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്. അമലൊരു കാര്യം പറയാം. അമൽ കഴിഞ്ഞ നമ്മുടെ ഈ അമലിൻ്റെ ചാനലിൽ തന്നെ കിടപ്പുള്ളൊരു വീഡിയോ ആണ്. അത് നോക്കി ഇപ്പോൾ ഇതിനെ എടുത്ത് കാണിച്ചു തരാം. അതിനകത്ത് പുള്ളി നമ്മുടെ ബിയർ ബൈസെപ്സിനെ കുറിച്ചും മറ്റുള്ള കാര്യത്തിനെക്കുറിച്ചും പുള്ളിയുടെ ഒരു ഒപ്പീനിയൻ വന്ന് പറഞ്ഞു. അതിനകത്ത് പുള്ളിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്, അത് വന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെയും ബ്രോ ബിക്കം ലീച്ച് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ കമൻറ്റിന് പോലും അല്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ അമൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തികൾക്ക് ഓരോ കാര്യത്തിന് ഓരോ അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായം അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. 2 തരം അഭിപ്രായം ഉണ്ടാവും. ഈ ആൾക്കാരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളുടെ അഭിപ്രായം അയാൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നതിന് പകരം അയാൾ വീഡിയോ ആയിട്ട് ചെയ്യും. ആ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സംഭവം മറ്റ് എന്ത് വിഷയമാവാം,
സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്ന എന്തും ആവാം, സാമൂഹികമായിട്ടുള്ള എന്തും ആവാം. സോഷ്യൽ മീഡിയ സമൂഹമല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാവാം. അത് റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതിന് രണ്ട് അഭിപ്രായമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യുന്നതിൽ ഒരാളാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നെ ആ അഭിപ്രായം പറയുന്നത് എവിടെയാണ് ലീച്ച് ആവുന്നത്? അപ്പം ആ ഗ്രൂപ്പ് ഓഫ് ഇപ്പം ഈ ഒരു സാധനത്തിന് താല്പര്യമില്ലാത്ത ആൾക്കാർ അത് കാണുമോ? അവരാരും അത് കാണത്തില്ല. ഒരു തരത്തിൽ നമ്മുടെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ട് എതിർപ്പുള്ള ഒരാളാണ് ഞാനും. പക്ഷെ എന്തുകൊണ്ട് ഫാമിലി വ്ളോഗ്സ് നിലനിൽക്കുന്നു? അത് കാണാൻ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. കേൾക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ആരെയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. അതുകൊണ്ട് സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ ഇത് നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സമൂഹത്തിന് ആവശ്യമേ ഇല്ല, അതെല്ലാം ലീച്ചാണെന്നൊക്കെ പറയുമ്പം ഒരു കാര്യമുണ്ട്. ഈ പല തരത്തിലുള്ള വിഷയങ്ങളിൽ ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എത്രയോ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിനകത്ത് ഈ എന്താ പറയുക, ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരിതുണ്ട്. ഈവൻ ബ്രോ പോലും ചെയ്തേക്കുന്നത് എന്താ, സ്റ്റോപ്പ് സപ്പോർട്ടിങ് ലീച്ച് ക്രിയേറ്റേഴ്സ്. താഴെ ബ്രോയെ സപ്പോർട്ട് ചെയ്തും അനുകൂലിച്ച് ഏറ്റവും ബഹുഭൂരിഷ ആൾക്കാർ വരുന്നുണ്ട്. സോ അപ്പം നിങ്ങളും അതല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, സായിയുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് ഇഷ്ടമുണ്ടാവാം, ഇഷ്ടപ്പെടാതിരിക്കാം. അതിന് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് എല്ലാം അട്ടകളാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ കുറച്ച് മുമ്പ് അഭിജിത്ത് എക്സ്പോസ് ചെയ്തിട്ടുള്ള അമൽ ഗോപാൽ എന്നുള്ള വ്യക്തി നിങ്ങൾ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത സംഭവം അത് ശരിക്കും പറഞ്ഞൊരു അട്ടപരിപാടി ആയിരുന്നില്ലേ? ആളുണ്ട്, പിന്നെ കുറേ പേരുണ്ട്. ഇത് കുറേ നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കിപ്പോഴാണ് പറയാൻ പറ്റിയത്. ഈ ലീച്ച് ക്രിയേറ്റേഴ്സ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാതെയും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെയും ഒരു ക്യാമറ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കി സംസാരിക്കുക. എന്തിനെ കുറിച്ച് സംസാരിക്കുക? അല്ല, ഈ സ്വന്തമായിട്ട് കഴിവില്ലാതെ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾ. ഇപ്പം ഈ പുള്ളി എന്താ ചെയ്യുന്നത്? അമൽ എന്താ ചെയ്യുന്നത്? അമൽ ഒരു ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് അമൽ ഓണാക്കി വെച്ചിട്ട് ഒരിടത്ത് പുറത്ത് പോയി വീഡിയോ ചെയ്യുന്നു അല്ലേ? ഞാൻ എന്താ ഇവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. അമൽ ഏതെങ്കിലും ഒരു ഗാഡ്ഗറ്റ്സിൻ്റെ സംഭവം പ്രൊമോഷനായിട്ട് കിട്ടുന്നു, അവർ നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് അമൽ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ച് വായ്ത്താളടിക്കുന്നു. എന്നിട്ട് അമൽ തോന്നുന്ന പ്രോഡക്റ്റും ബെറ്റിംഗ് ആപ്പുകളും മറ്റ് പല സമയങ്ങളിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് കാനഡയോ അമേരിക്കയോ റഷ്യയോ എവിടെയൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഞാൻ വലിയ സംഭവമാണ്, റെസ്പെക്ട് തരൂ, ഞാൻ സ്വന്തം പൈസ മുടക്കിയിട്ട് പഠിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്ട്, ഗീവ് സം റെസ്പെക്ട് എന്നൊക്കെ പറയുന്നു. ഈ റെസ്പെക്ട് അമലിന് തരേണ്ടത്, അമലും ഇതേ പറഞ്ഞ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് നല്ല പൈസ പോക്കറ്റിൽ ഇട്ടിട്ട് ഇപ്പം നല്ല പിള്ളയായിട്ട് മാറി. മുൻകാലങ്ങളിൽ എല്ലാ പരിപാടികളും ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ആൾക്കാരെ ഉപദേശിക്കും നിങ്ങളങ്ങനെ ചെയ്യരുതെന്ന്. മുൻകാലത്താണ് എപ്പോഴാണ് ആ സാധനം വന്നതെന്ന് എനിക്കറിയത്തില്ല അമലെ. ഇതിനാണ് പറയുന്നത്, ഞാനത് പറയുന്നില്ല. ആ വാക്ക് പറഞ്ഞ് ചിലപ്പോൾ അമൽ തകരും. മറ്റുള്ള ഒരാളുടെ കണ്ടന്റിനെ കുറിച്ചിട്ടും പൊതുവെ നടക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചിട്ടും മറ്റൊരാളുടെ വീട്ടിലെ വിഷയങ്ങളെ കുറിച്ചിട്ടും മറ്റൊരാളുടെ ലൈഫിൽ നടക്കുന്ന പ്രശ്നത്തെ കുറിച്ചിട്ടും ഒക്കെ ഇവർ സംസാരിക്കും. ഇവർ എന്താണ് പ്രശ്നം ഉണ്ടായത് എന്ന് ഈ മറ്റൊരാളുടെ ലൈഫിന്റെ അകത്തുള്ള കാര്യം സോഷ്യൽ മീഡിയക്കകത്ത് കാണാതെ എങ്ങനെയാണ് അമലെ അറിയുന്നത്? എൻ്റെ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള പുഷ്കരൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള വിഷയമല്ല ഞാൻ വന്നിരുന്ന് പറയുന്നത്, അല്ലെങ്കിൽ സായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന റിയാക്ഷൻ ചാനൽസുള്ള ആൾക്കാർ ആരും പറയുന്നത്. അവരെല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ആ ഒരു സംഭവം ഇങ്ങനെ പബ്ലിക് ആകുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നത്. എന്താണ് പ്രശ്നം ഉണ്ടായത് എന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ഗ്രഡ്ജൊക്കെയാണ് പലരും പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആക്കി, പേഴ്സണൽ ഒപ്പീനിയൻ, പേഴ്സണൽ ഗ്രഡ്ജൊക്കെയാണ് പലയിടത്തും പറയുന്നത്. അമൽ തന്നെ അമലിന്റെ വീട്ടിൽ അഭിജിത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അമൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഗ്രഡ്ജാണ് എന്നെ കുറിച്ച്. എനിവേ, ഈ പറയുന്ന അദ്ദേഹം, അതായത് അഭിജിത്ത്, ഇങ്ങനൊരു വീഡിയോ ഒക്കെ വരും, ഇങ്ങനൊരു ഉടായ്പ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു വള്ളി കൊണ്ടുവരും എന്നുള്ളത് ഞാൻ മുന്നേ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഒരു ചെറിയൊരു കോണ്ടെക്സ്റ്റ് ഞാൻ തരാം. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താണ് അമലെ, പേഴ്സണൽ ഗ്രഡ്ജ് ആണോ? പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ്. പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കയ്യിൽ നിന്ന് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമലിൻ്റെ വീഡിയോ. എനിവേ എന്തായിരുന്നാലും ഇതിനകത്ത് കുറേ അധികം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഒരാൾ എന്നെ ഇതുപോലെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ സായിയുടെ കാര്യമൊക്കെയാണ്. ഓക്കെ, ഇനി എന്തായിരുന്നാലും ഞാൻ പറയുന്നത് ഇവിടെ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം ഓരോരുത്തരുടെ ഈ നാട്ടിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അവന് ചെയ്യാൻ. ഇപ്പോൾ തൊഴിൽ ഇല്ലാത്തൊരു നാട്ടിൽ, പോപ്പുലേഷൻ വളരെ കൂടിയ നാട്ടിൽ അവന് എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യാം, സ്വാതന്ത്ര്യമുണ്ട്. അമലിന് പറ്റുമോ? ഡേറ്റിംഗ് ആപ്പുകൾ പോലുള്ള മറ്റുള്ള പല സാധനങ്ങളും ഇന്ന് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതിനകത്തൊക്കെ പോയിട്ട് ആൾക്കാർ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, അത് അമൽ എതിർക്കുമോ? ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും അമൽ പറയുമോ? പറ്റത്തില്ല. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്തോടെ നടക്കുന്ന പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രമുഖ മാധ്യമങ്ങളുടെ തന്നെ ഓൺലൈൻ പേജുകളുണ്ട്. അപ്പോൾ പിന്നെ ഈ ലീച്ച് എന്നുള്ള സംഭവം അവർക്കും കൂടെ കൊടുക്കുമോ? അമലേ കൊടുക്കുമോ? അറിയാമെന്നിട്ട് ചോദിക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മറ്റുള്ളവനെ വച്ചിട്ട് തിന്നുന്നു, മറ്റുള്ളവനെ അട്ട പോലെ ചോര കുടിച്ച് ജീവിക്കുന്നു എന്നുള്ള കാര്യം, ആ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഓഡിയൻസിൻ്റെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇവരെന്താണ് പറയുന്നത്. അല്ലാതെ ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നൊന്നുമില്ല അമലെ. അമൽ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ടെക് ലോകത്ത് എവിടെയെങ്കിലും ഇറങ്ങുന്ന ഒരു ഗാഡ്ഗറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഈ ഗാഡ്ഗറ്റിലൊക്കെ തന്നെ ഇപ്പം നിങ്ങൾ പല ഗാഡ്ഗറ്റ്സിൻ്റെയൊക്കെ എന്തെല്ലാം പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എത്രയോ ആൾക്കാർക്ക് അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അതിൽ നിങ്ങൾ പലതും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളുമായിരിക്കും. അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി താങ്കളായിട്ടെടുക്കും.
അപ്പോൾ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, താങ്കളിത് എപ്പോൾ ചെയ്തു എന്നുള്ളതൊന്നും എനിക്കറിയത്തൊന്നുമില്ല. താങ്കൾ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പോ മറ്റുള്ള സാധന ഫ്രോഡൻ്റ് ആപ്പ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് നല്ല രീതിയിൽ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ മറ്റേ കാനഡയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോയി നല്ല രീതിയിൽ ലൈഫൊക്കെ സെറ്റിലാക്കിയതിന് ശേഷം വന്ന് പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും മേലാണ് ചെയ്തു പോകരുത്. താങ്കൾ എല്ലാ പരിപാടിയും ചെയ്ത് കഴിഞ്ഞു, ചെയ്ത് സക്സസ് ആയി, അത് ലൈഫ് സെറ്റിൽഡ് ആയതിനു ശേഷം ബാക്കിയുള്ള കുറേ ആൾക്കാരോടൊന്ന് പറയുന്നത് മേലെ ഇതുപോലത്തെ പരിപാടി ചെയ്യരുത്. എന്തൊരു ഹിപ്പോക്രസിയാണ് ഇപ്പോൾ, ഇരട്ടത്താപ്പ്. അതുകൊണ്ട് അമൽ ഗോപാൽ എന്നുള്ള വ്യക്തിയോട് എനിക്ക് യാതൊരു, ഈ നിമിഷവും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അമൽ ഗോപാൽ എന്നുള്ള വ്യക്തിയോട് ഒരു തുള്ളി പോലും ദേഷ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത് അമൽ ഇത്രത്തോളം ഒരു പൈസയും മറ്റുള്ള കാര്യം എന്ന് വെച്ച് ഞാൻ എൻ്റെ കഷ്ടപ്പാടുണ്ട്. അമൽ പറയുന്നത് പ്രധാനപ്പെട്ട ആ വീഡിയോക്കകത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ ഈ കാനഡയിൽ, കാനഡയാണോ ഏത് രാജ്യത്തെ, UK ആണോ അറിയില്ല, UK ഓർ കാനഡ, എനിവേ എവിടെയാണെങ്കിലും വിദേശ രാജ്യത്താണല്ലോ, അവിടെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ബ്രോ, ഇവിടെ ആരും മോഷ്ടിച്ചിട്ടല്ല ജീവിക്കുന്നത്. അതിപ്പോൾ മറ്റൊരു വ്യക്തികളും മോഷ്ടിച്ചിട്ടല്ല ജീവിക്കുന്നത്. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കുറേ അധികം ബെറ്റിംഗ് ആപ്പുകളോ മറ്റുള്ള പരിപാടികളോ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് നല്ല പൈസയും വാങ്ങിച്ച് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് നല്ല തിരിച്ചറിവ് വന്നതിന് ശേഷം നിങ്ങൾ നല്ല പിള്ള ചമഞ്ഞ് നിങ്ങൾ ഭയങ്കര ടോപ്പ് ക്രിയേറ്ററാണ്, ഞാൻ വലിയ ക്വാളിറ്റി ക്രിയേറ്ററാണ്, ഞാൻ വലിയ ആനയാണ് ചേനയാണെന്ന് ഇത് പറഞ്ഞാൽ അതിനൊരു നാർസിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളെന്നിട്ട് നാർസിസത്തിനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുത്തിരിക്കുന്നു അതിനകത്ത്. അത് സ്വയം പൊങ്ങിത്തരമല്ലേ? നിങ്ങൾ കുറേ വലിയ ക്രിയേറ്ററാണ്, നിങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി പഠിച്ചവരാണ്, വിദേശ രാജ്യത്ത് പോയ ആളാണ്, അതൊക്കെ എന്താ ദ ടൈപ്പ് ഓഫ് നാർസിസം അല്ലേ? ആ ഒരു മെൻറ്റാലിറ്റി താങ്കൾ കാണിക്കും, സ്വയം പൊങ്ങിത്തരം കാണിക്കുന്നു. നമുക്ക് എല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ജീവിക്കുന്നത്. ഇവിടെ ആരാണ് ഇപ്പം സീക്രട്ട് ഏജൻറ് ആയി മോട്ടിച്ചിട്ടാണോ ജീവിക്കുന്നത്? അയാളുടെ പല വിഷയങ്ങളിലും നിശിതമായിട്ടും ചിലപ്പോൾ മറ്റാരും വിമർശിക്കാത്ത രീതിയിൽ വിമർശിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സായി ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടില്ലേ, അവർ ചാനൽ ഫ്ലോറിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുമ്പോഴത്തെ പെരുമാറും. പുറത്തിറങ്ങിയാലോ നല്ല കമ്പനിയാണ്. ആശയപരമായിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, സംസാരിക്കുന്നത് നിങ്ങളോട് വളരെ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് താങ്കൾ പറഞ്ഞ പൊള്ളത്തരങ്ങൾ അത് അഭിജിത്ത് തുറന്നു കാണിച്ചപ്പോൾ അയാളോട് ഗ്രഡ്ജ് പ്രകാരം വീണ്ടും അയാൾക്കെതിരെ നിങ്ങൾ പറഞ്ഞു. പിന്നെ മിസ്ലീഡ് ചെയ്തിട്ടൊക്കെയാണ് പറയുന്നത്. ലൈവിനകത്ത് ജസ്റ്റ് കണ്ട സമയത്ത് അഭിജിത്ത് എന്തോ മിസ്ലീഡ് ചെയ്തിട്ടൊക്കെയാണ് കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറയുന്നു. എന്താ ബ്രോ ഇത്? തെറ്റ് പറ്റിയാൽ സമ്മതിക്കും. പിന്നെ ഒരു കാര്യം ഇന്നലകളിൽ നിങ്ങൾ ചെയ്തു, ഇന്ന് തിരുത്തി. ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. ബിക്കോസ് നമ്മളെന്തറിയാമോ, ഈ രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടുകള്ളനാണ് പിൽക്കാലത്ത് വാത്മീകിയായിട്ട് മാറിയത്. ആരും പിന്നീട് കാട്ടുകള്ളനായിട്ടുള്ള രത്നാകരൻ എന്ന് ആ ഒരു സംബോധന ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? തെറ്റുകൾ തിരുത്താനുള്ളത് തന്നെയാണ്. ഇന്നലകളിൽ ചെയ്തു പോയത് ഇന്ന് തിരുത്താനുള്ളതാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ തന്നെ ചില പേരിൽ കയറിയിട്ടുണ്ടായിരിക്കും, ഞാൻ എന്തെങ്കിലും ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. അന്ന് ഞാൻ ഒരിക്കലും ഞാൻ വന്ന് പറയത്തില്ല, അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലേ എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും സോറി, സംഭവിച്ചു, റിയലി സോറി പറയും, ക്ഷമ പറയും ബ്രോ. അത് കഴിഞ്ഞു. മിസ്റ്റേക്സ് പറ്റും, കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, അത് നമുക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ട് ഈ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും മറ്റുള്ളവൻ്റെ ചോര കുടിക്കുന്ന അട്ടകളെന്ന് പറയരുത്. അപ്പോൾ പിന്നെ അവരുടെ താഴെ വന്ന് കാണുന്ന ആൾക്കാർ ആരാ? അവരെ AIs ആണോ ഈ നമ്മുടെ വീഡിയോസ് പ്ലേ ചെയ്ത് കാണുന്നത്? അല്ലല്ലോ. ഒരു റെലവൻ്റ് അല്ലാത്ത യാതൊരു താല്പര്യമില്ലാത്ത വിഷയങ്ങളൊക്കെ എന്തിനാണ് ആൾക്കാർ കാണുന്നത്? ആൾക്കാർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഇപ്പം മനുഷ്യനെക്കുറിച്ച് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്രോ. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ആ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി അത് മനുഷ്യൻ എന്നും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഥകൾ വായിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നോവൽ വായിക്കുന്നത്. അതിനകത്തെല്ലാം ജീവിതങ്ങളാണ്. അല്ലാതെ അടുക്കളയിലിരിക്കുന്ന ചെമ്പ് പാത്രവും അപ്പുറത്തിരിക്കുന്ന സ്റ്റീൽ പാത്രവും തമ്മിലുള്ള സംഭാഷണങ്ങളല്ല നോവലുകളിലും കഥകളിലും കവിതകളിലും ഒക്കെ ഉള്ളത്. മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യന്മാരുടെ ലൈഫ് ആണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയക്കകത്തുള്ളത് മൊത്തം. AI ലൈഫ് അല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് കോൺവെർസേഷൻ നടത്തുക, അതിനെക്കുറിച്ച് കേൾക്കാനും സംസാരിക്കാനും അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഒക്കെ പറയാൻ ആൾക്കാരുണ്ട്. അവരാരും ലീച്ചല്ല, അട്ടകളല്ല. സോ ബ്രോ ഒന്ന് കണ്ണാടി നോക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് 100 വട്ടം പറയണം ഞാനും അതാണെന്ന്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പുറത്ത് അമൽ എന്ത് പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബാക്കി ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.